ചക്കയും പിന്നെ ഞാൻ കുഞ്ഞിപ്പള്ളിക്ക് പോയിട്ട് കുറച്ച് ഇറച്ചിയും വാങ്ങിയിട്ടുണ്ട്. ഇത് കരുവക്ക. നിങ്ങളെന്തിനാ വെറുതെ മീൻ വാങ്ങിയിനി? ഞാൻ ഇപ്പം കൊണ്ടുപോയി ചിക്കൻ വാങ്ങി. ചക്ക തെറ്റിപ്പോ ഒരു ബീഫാണ്, ഞാൻ ബീഫാണ് വാങ്ങിയത്. നിങ്ങൾ ബീഫ് കൂട്ടൂലേ? ആ കൂട്ടും. ഓക്കേ, നമുക്കെന്നാ കറി വെക്കലോട്ട് എടുക്കാം. ഫ്രണ്ട്സ്, അന്നേരം അമ്മ അരി കഴുകുന്നുണ്ട്. നമ്മളിവിടെ വെളിച്ചമില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നല്ല ഇടിയും കാറ്റും മഴയും മിന്നലെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് KCB-ക്കാർ ലൈൻ ഇപ്പോൾ ഊരി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊന്ന് തോട്ടുംകര വരെ പോയതാണ് മീനെല്ലാം ഉണ്ടോ നോക്കാൻ വേണ്ടി. മഴ പെയ്തിട്ട് അന്നേരം അടുക്കളത്തെ പരിപാടി എന്തായിന്ന് നോക്കാം. അമ്മ ചക്കി ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും അരിഞ്ഞിട്ടിട്ട് വേണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡില് ബീഫിന് വേണ്ടിയിട്ട് പച്ചക്കറീസ് എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. ബീഫ് ഇപ്പം വേവിച്ചിട്ടുണ്ട്. നല്ല പുക വരുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻ മുളക് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. ഈ മീൻ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുമെന്നൊന്ന് കമന്റ് ചെയ്യണേ. നമ്മളിവിടെ പുയാപ്പിള കട്ടില എന്നാണ് പറയല്. കുറച്ച് സമയം അച്ചാച്ചൻ്റെ പീടിയിൽ പോയിട്ട് ഇരുന്നേനു അടുത്ത കസ്റ്റമേഴ്സിന് സാധനം കൊടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ കുറച്ച് ചക്കയും പിന്നെ പ്രവചിച്ച് തന്ന ചക്കയും പിന്നെ കുറച്ച് ബീഫ് നമുക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടേനു. അതായത് ഇപ്പോൾ ഒരു ഉച്ചയൂണിൻ്റെ സമയമായി. നമുക്ക് ഭക്ഷണം ആയോ എന്ന് പോയിട്ട് നോക്കാം. സമയം എടുത്ത് വെച്ചിട്ടുണ്ട് ഭക്ഷണങ്ങൾ. ചോറ് വിളമ്പുന്നുണ്ട്. ആദ്യം ചോറാണ് കേട്ടോ വിളമ്പുന്നത്. അതിനുശേഷം ചക്കപ്പുഴുക്കാണ്. അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മളെ പുയാപ്പിള കട്ട്ല, പിന്നെ നല്ല ബീഫ്. ഇതും അച്ഛൻ്റെ ഫേവറേറ്റ് തന്നെയാണ്. അന്നേരം ഇതെല്ലാം കൂട്ടി പിടിച്ചാലുണ്ടല്ലോ ഗൈസ് സ്വർഗം കാണും. ഓക്കെ ഗൈസ്, അന്നേരം ഇത് തിന്നു എടുത്തിട്ടാണ്.